നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ തീരുമാനങ്ങൾ വലിയ രീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത്. എണ്ണ ഉൽപാദന മേഖലയിൽ വമ്പന്മാർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഏറെ നേട്ടങ്ങൾ കൊയ്യുന്ന സൗദിയെ ഞെരുക്കിക്കൊണ്ട് പല രാഷ്ട്രങ്ങളും എത്തിയതും ഏറെ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ് സൗദി. ഇതിനോടകം തന്നെ സൗഹൃദ രാജ്യങ്ങളോട് സഹായം തേടി പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് വിദേശ പര്യടനം നടത്തിയിരുന്നു. ഈ യാത്രയ്ക്ക് ഫലം കിട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയും ചൈനയും പാകിസ്ഥാന്റെ രക്ഷയ്ക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ചൈന അതിർത്തി മേഖലയിൽ തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ ശക്തമാക്കുന്ന കരാർ പാകിസ്ഥാനുമായി ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് എല്ലാ ജീവനക്കാരും ഇനി യാത്ര ചെയ്യുക ബുള്ളറ്റ് പ്രൂഫ് കാറിലായിരിക്കും അത്രേ. സൗദി അറേബ്യയും ചൈനയും $1300 കോടി നൽകിയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത്. അതിർത്തി മേഖലയിലെ പാക് ചൈന നീക്കം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന്റെ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞിരുന്നു. വിദേശ നാണയ ശേഖരം കുറഞ്ഞുവെന്ന പാകിസ്ഥാന് വലിയ ആശ്വാസമാണ് സൗദിയുടെയും ചൈനയുടെയും സഹായം. ഇരു രാജ്യങ്ങളും ചേർന്ന് $1300 കോടി സഹായമാണ് പാകിസ്ഥാൻ നൽകുന്നത്. $570 കോടി പുതിയ വായ്പയും ഇതിൽപ്പെടും. നടപ്പ് സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ആവശ്യമുള്ള വിദേശ സാമ്പത്തിക സഹായത്തിന്റെ 38% സൗദിയും ചൈനയും നൽകുന്നത്. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF പാകിസ്ഥാന് ഫണ്ട് നൽകാത്തതാണ് അവർക്ക് വെല്ലുവിളിയായത്. ഫണ്ട് നൽകണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് IMF പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണം ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ധനമന്ത്രി ഇസ്ഹാഖ് ദർ പറഞ്ഞു. വായ്പകൾ അനുവദിച്ചും ചില കടങ്ങളുടെ തിരിച്ചടവ് കാലാവധി നീട്ടി നൽകിയുമാണ് ചൈനയുടെ സഹായം. സൗദി അറേബ്യയോട് $420 കോടി പുതിയ വായ്പയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദർ പറയുകയുണ്ടായി. സൗദി അറേബ്യ പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഒരുപോലെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ മാസം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഇരു രാജ്യങ്ങളും സന്ദർശിക്കുമെന്നാണ് വിവരം. ലോകത്തെ പ്രധാന വിപണി എന്ന നിലയിൽ ഇന്ത്യയെ ഒഴിച്ചു നിർത്തി സൗദി അറേബ്യയ്ക്ക് മുന്നേറ്റം സാധ്യമല്ല. പാകിസ്ഥാൻ കൂടെ നിൽക്കേണ്ടത് സൗദിയുടെ ആവശ്യമാണ്. അതേസമയം ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായി സൗഹൃദത്തിലല്ല. അതിർത്തിയിൽ ചൈന പാകിസ്ഥാനിലേക്ക് സാമ്പത്തിക ഇടനാഴി പണിയുന്നുണ്ട്. ഇതിനെതിരെ തദ്ദേശവാസികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ചൈനയും പാകിസ്ഥാനും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ചൈനയിലെ കഷ്ഗറിൽ നിന്ന് പ്രത്യേക പാത പാകിസ്ഥാനിലെ ഗാദ്വാർ തുറമുഖത്തേക്ക് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് എത്തിക്കുന്നതിനുള്ള എളുപ്പ വഴിയാകും ഇത്. സാമ്പത്തിക ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ നീക്കം. എന്നാൽ ചില പാക് എംപിമാർ പദ്ധതിക്ക് എതിരാണ്. ചൈനീസ് പാത ഒരുക്കുന്ന ജോലിക്കാർക്കെതിരെ ആക്രമണം നടക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബുള്ളറ്റ് പ്രൂഫ് കാർ കരാറിൽ ചൈനയും പാകിസ്ഥാനും ഒപ്പുവെച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ചൈനീസ് ജീവനക്കാരുടെ യാത്രകൾ ഇനി ഈ കാറുകളിലായിരിക്കും. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണിത്. ചൈന പാകിസ്ഥാനെ കോളനിയാക്കുന്നു എന്നാണ് അതിർത്തി മേഖലയിലെ പാകിസ്ഥാൻകാർ പറയുന്നത്. ചില എംപിമാരും ഈ നിലപാട് പരസ്യമായി പറഞ്ഞിരുന്നു.